ക്ലിഫ് ഹൗസിൽ നേരം വെളുത്തപ്പോൾ ഒരു കത്ത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് കണ്ട് ഞെട്ടിയത്രേ. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലുള്ള പ്രതിഷേധങ്ങളായി കെട്ടുകണക്കിന് കത്തുകൾ. കത്ത് കയ്യിൽ കിട്ടിയതും പിണറായി അങ്കലാപ്പിലായി. ആരാണ് ഇമാതിരി കത്തുകൾ കൂട്ടത്തോടെ അയച്ചത്? ഇതാരാ എന്റെ വീട്ടിൽ കൊണ്ടിട്ടത്? ഈ കത്താരാ എന്റെ വീട്ടിൽ കൊണ്ടിട്ടെന്ന് എനിക്കറിയണം. എനിക്കത് ഇപ്പൊ അറിയണം. എന്താന്നോ ഈ കത്ത് കമ്പി കൊളുത്തി ജനലിൽ കൂടെ എന്റെ വീട്ടിനകത്തോട്ട് ആരാന്നറിയണം. എനിക്കറിയില്ല. എനിക്കത് അറിഞ്ഞേ പറ്റൂ. തെമ്മാടിത്തരം കാണിച്ചവന്റെ കുടലുമാല ഞാൻ പുറത്തെടുക്കും. ഈ കത്ത് കമ്പി കൊളുത്തി ജനലിൽ കൂടെ മുറിക്കാത്തിട്ടവനാരാന്ന് എനിക്കറിയണം. എനിക്കറിഞ്ഞേ പറ്റൂ. എനിക്കത് ഇപ്പൊ അറിയണം. എന്താ ഗോപി, എന്താ പ്രശ്നം? എനിക്ക് ഇപ്പൊ രണ്ടിലൊന്നും അറിയണം. കത്ത് മലയാളത്തിലാ. ഇവിടെ ഉള്ള ഏതോ നാറി മലയാളിയാണ് അത് എഴുതിയെന്ന് എനിക്ക് നല്ല ഉറപ്പാ. ഒടുവിൽ കത്തെഴുതിയ ആളുകൾ ഹാജരായി. ക്ലിഫ് ഹൗസിലേക്ക് ആ കത്തുകൾ അയച്ചത് മഹിളാ കോൺഗ്രസുകാരാണ്. സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി മഹിളാ കോൺഗ്രസുകാർ നടത്തിയ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായിരുന്നു കത്തെഴുത്ത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബിന്ദു കൃഷ്ണയും കൂട്ടരും കൂട്ടമായി എഴുതിയ കത്തുകൾ. കത്തുകളൊക്കെ എഴുതി വെജിറ്റേറിയൻ സമരങ്ങൾ മാത്രം നടത്തുക എന്നതാണ് പ്രതിപക്ഷ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ രീതി. ഒരുപക്ഷെ പിണറായി സർക്കാരിനെ വേദനിപ്പിക്കാതെ പ്രതിഷേധിക്കുക എന്ന രീതി. എന്നാൽ ഇനിയും സഹിക്കാൻ കഴിയില്ല എന്ന് കെ മുരളീധരൻ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള സമരങ്ങൾ വെജിറ്റേറിയൻ സമരങ്ങളായിരുന്നെങ്കിൽ ഇതേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ആവാൻ വലിയ താമസം ഉണ്ടാവില്ല. അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്ന് മാത്രമേ പറയൂ. വെജിറ്റേറിയൻ സമരങ്ങളിൽ നിന്ന് നോൺ വെജിറ്റേറിയൻ സമരങ്ങളിലേക്ക് മാറും എന്ന പ്രഖ്യാപനം. അങ്ങനെ ഒരു മാറ്റവുമില്ലാതെ കുമ്മനത്തെ സഹായിക്കാനുള്ള പ്രസ്താവനകൾ മാത്രം നടത്തി BJPയുടെ B ടീം ആകാതെ നോക്കിയാൽ മുരളിക്കും പാർട്ടിക്കും കൊള്ളാം. ഇന്നത്തെ സമയം പൂർത്തിയാവുന്നു. പ്രധാന കുത്തിത്തിരിപ്പുകൾ ഒരിക്കൽ കൂടി. ദൈവങ്ങളെ RSSൽ നിന്ന് മോചിപ്പിക്കാൻ CPIM, അമ്പലങ്ങളിൽ നിന്ന് ഓടിക്കാൻ ശ്രമിച്ചാൽ ശപിച്ച് നശിപ്പിക്കുമെന്ന് കുമ്മനം രാജശേഖരൻ. ദുർവാശി, ദുശാഠ്യം, ദുരാഗ്രഹം, കർമാധിപ സ്ഥാനത്തൊരു മൂടലുണ്ട്. കർമാധിപന്റെ ബലഹീനത, വിളർച്ച. ആയുധപ്പുരകളാകുന്നു എന്ന് പറയുന്നത് നിസാരമായ ഒരു ആരോപണമല്ല. നിന്റെ പരിപാടി തീർത്ത് തരാടാ ഞാൻ. നിന്റെ ബാധ ഒഴിപ്പിക്കില്ലേ? നിന്നെ വിട്ടുന്ന് എന്നെ ഒഴിപ്പിച്ച് തരാടാ. ഇത്രയും ബുദ്ധിയുള്ള എന്നെ പറ്റിയേ. എന്താ നോക്കണേ? കുമ്പിടി ശാപം പേടിച്ച് കോൺഗ്രസുകാർ മൗനത്തിൽ. ഓണത്തിന് പൂക്കളം മാത്രമല്ല പൂജയും നടത്തുമെന്ന് BJP. ദേശീയ കൗൺസിലിന് പൂക്കളത്തിനൊപ്പം പൂജയും പ്രധാന ഐറ്റമാക്കും. യോഗത്തിന് മുന്നോടിയായി ഭൂമി പൂജയും കൊടിമരം നാട്ടലും. നിങ്ങൾ ഇതിനെ വെറും ഒരു കൗങ്ങായിട്ടാണ് കാണുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഒരു കൊടിമരമാണ്. സംസ്ഥാന പ്ലീനത്തിന് INSPയുടെ വർണ്ണക്കൊടി വാരിപ്പറക്കാനുള്ള കൊടിമരം. താൻ പോയിട്ട് ആ തലശ്ശേരിക്ക്. നമുക്ക് നഷ്ടപ്പെടുന്നത് വെറും ഒരു കൗങ്ങ, കിട്ടാനുള്ളത് പുതിയൊരു ഇന്ത്യയും. അതെ, ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത, അതാണ് നമ്മുടെ മുദ്രാവാക്യം. ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത, അതാണ് നമ്മുടെ മുദ്രാവാക്യം. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. BJPയോട് അടുക്കാനിടയായതിന്റെ രഹസ്യം വെളിപ്പെടുത്തി വെള്ളാപ്പള്ളി. ഭാര്യയെ ജാസ്തി പേടിയായതുകൊണ്ട് BJP ആയി. ഇനിയും അത്തരക്കാർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് BJPയിൽ ചേരണം. സുഹൃത്തുക്കളെ, എന്റെ ശബ്ദം ശരിയല്ല. അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കും, ഞാൻ വരുന്നതിന് മുമ്പ് നിർത്തിയാന്നോ? അതുകൊണ്ട് എനിക്ക് ഭാര്യ വലിയ പേടി. കഴിവ് തെളിയിച്ച് പിണറായി പോലീസ്.
സമരക്കാരെ കൈകാര്യം ചെയ്യുന്നതിൽ പുതിയ വഴികൾ. അങ്ങാടി തോറ്റ അമ്മയുടെ നെഞ്ചത്തെന്ന് പറയണ പോലെ ഇത് കേരള പോലീസിന്റെ പുതിയൊരു അടവ് നയ. ജംഗ്ഷനിൽ തോറ്റ ഫംഗ്ഷനിൽ വെച്ച് തീർക്കാം. പിണറായിക്ക് പ്രതിഷേധ കത്തെഴുതി മഹിളാ കോൺഗ്രസ്. സമരങ്ങൾ ഈ മട്ടിൽ പോയാൽ നോൺ വെജിറ്റേറിയൻ സമരം ഉടൻ തുടങ്ങുമെന്ന് കെ മുരളീധരൻ. ഇതാരാ എന്റെ വീട്ടിൽ കൊണ്ടിട്ടത്? ഈ കത്താരാ എന്റെ വീട്ടിൽ കൊണ്ടിട്ടെന്ന് എനിക്കറിയണം. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ആവാൻ വലിയ താമസം ഉണ്ടാവില്ല. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.